അലർജി ഉള്ള ആളുകൾക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണോ? അലർജിയിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് തന്നെയാണ് അവിടെയും പ്രധാനമായ കാരണം. അലർജിയുള്ള ആളുകളിൽ ഹിസ്റ്റമിൻ പോലെയുള്ള കെമിക്കൽസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നു. ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലുടനീളം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മെറ്റബോളിസം ആകെ താറുമാറാവുകയും നമ്മളെ ഉയർന്ന ഹോർമോൺ ലെവലിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതലായിട്ട് പ്രമേഹം ഉണ്ടാവാനും ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാനും കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാവാനും ഒക്കെ ഇത് കാരണമാകുന്നു. അതോടൊപ്പം തന്നെ അലർജിയുള്ള അധികം ആളുകളും, പ്രത്യേകിച്ച് ആസ്മ അലർജി ഒക്കെ ഉള്ള ആളുകൾ, അവർ ചെയ്യുന്ന വ്യായാമം ആക്ടിവിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. ഇത് കാരണം അമിതമായിട്ടുള്ള ഭാരം ഉണ്ടാവുന്നു. കൂടുതൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും ഇത് നയിക്കുന്നു. അലർജി കാരണം ഉറക്കക്കുറവും കൂടുതൽ സ്ട്രെസ്സും ഇത്തരക്കാരിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നു. ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് എടുക്കുക. അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. വ്യായാമം ചെയ്യുക. ആസ്മയൊക്കെയുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഒരു എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ, നല്ല രീതിയിൽ നടക്കുക, യോഗ ചെയ്യുക, ശ്വാസകോശ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ തന്നെ അവർക്ക് മാറ്റം ഉണ്ടാവും. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ അന്നജത്തിന്റെ അളവ് കുറയ്ക്കുകയും കൂടുതലായിട്ട് പ്രോട്ടീൻസും വിറ്റമിൻസും ഫാറ്റൊക്കെ ഉള്ള ഭക്ഷണം കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. യൂറിക് ആസിഡ് കൂടിയ ആളുകൾ പ്രോട്ടീൻ കണ്ടുള്ള ഫുഡ് ഒഴിവാക്കുക. കൂടുതൽ പച്ചക്കറികളും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഉറക്കം ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം ഉറപ്പാക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ നല്ല രീതിയിൽ കുറയുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളും അതോടൊപ്പം തന്നെ അലർജിയും നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ അലർജിയോടൊപ്പം ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.